ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് എന്താണെന്നൊന്ന് അറിയാം. പേഴ്സൻറ്റേജിൻ്റെ ഫസ്റ്റ് ലെസൺ ആണിത്. ഇപ്പോൾ പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ടേമിൽ നമ്മൾ ഈ എഴുതിയിട്ടുള്ളതിൽ തന്നെയുണ്ട് പെർ സെൻറ്റ്, അതായത് പെർ 100. സെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ. അപ്പോൾ 100നെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഈ സെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. അപ്പോൾ പെർ 100 എത്രയാണ് എന്നുള്ളതാണ് ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് ലെസൺ ആണ് ഈ പെർസെൻറ്റേജിൻ്റെ. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ നമുക്ക് ഫസ്റ്റ് വരാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ്, അതായത് എന്തൊക്കെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അതായത് പെർസെൻറ്റേജ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വരാം, അല്ലെങ്കിൽ തന്നിട്ടുള്ള പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ. ഈ ഒന്നുകിൽ പെർസെൻറ്റേജ്, ഫ്രാക്ഷൻ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് നീങ്ങുന്നത്. അതായത് നമുക്ക് പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കാനും അതുപോലെ തന്നെ ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കുക എന്നതാണ് ഇതിൻ്റെ ബേസ്. ഇങ്ങനെ അറിഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അറിയുകയാണെങ്കിൽ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ ഇതെങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ അല്ല, ഇതിൽ വരുന്ന സബ് ടോപ്പിക്സ് പോലെ നമുക്ക് പറയുകയാണെങ്കിൽ, ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈസ് കുറയുക. അതായത് ഇപ്പോൾ ഒരു പഞ്ചസാര നമ്മൾ വാങ്ങിക്കാൻ പോയി, അപ്പം മുന്നേ ഉണ്ടായിരുന്ന വിലയേക്കാളും എത്രയോ കുറഞ്ഞു. അപ്പോൾ നമുക്ക് കൺസംഷൻ, അതായത് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അളവ് കൂടി. ഇപ്പോൾ ഒരേ പൈസയ്ക്ക് തന്നെ നമുക്ക് മുന്നേ കിട്ടിയിരുന്നതിനേക്കാൾ അധികമായിട്ട് കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രൈസും കൺസംഷനും ഒക്കെ വെച്ചിട്ടുള്ള, കൺസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത്, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടാമതെന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഈ ലെങ്ത്ത്, ഇപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ എടുക്കുക, റെക്റ്റാങ്കിള് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തു, ബ്രെഡ്ത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞപ്പോഴും ഏരിയ സെയിം ആയിട്ട് നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ബ്രെഡ്ത്ത് എത്ര കുറച്ച് കഴിഞ്ഞാലാണ് ആ ഏരിയ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ മെൻസുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, ഈ ഏരിയ എന്ന് പറയുന്നതൊക്കെയാണ് മെൻസുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ റെക്റ്റാങ്കിൾ മാത്രമല്ല, ഇപ്പോൾ സ്ക്വയർ, അതുപോലെ തന്നെ സർക്കിള്, ഇതിൻ്റെയൊക്കെ റേഡിയസ് കുറയ്ക്കുക. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളുടെ 3D ഫിഗേഴ്സിൽ തന്നെ അതിൻ്റെ ഹൈറ്റും, ഇപ്പോൾ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരാം. അതായത് അതിൻ്റെ റേഡിയസും ലെങ്ത്തിലും ഒക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞിട്ട് ഏരിയ സെയിമോ അല്ലെങ്കിൽ സർഫസ് ഏരിയ സെയിമോ അല്ലെങ്കിൽ വോളിയം സെയിമോ ഒക്കെ ആക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് കുറയ്ക്കേണ്ടത്, ഒന്ന് കൂട്ടുമ്പോൾ എങ്ങനെയാണ് കുറവ് വരിക എന്നുള്ളതൊക്കെ, അങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ്, അതാണ് ഈ മെൻസുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്. അതായത് 2 വർഷം മുന്നേ നിങ്ങളുടെ അവിടെ 100 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ 100 പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഓരോ വർഷവും 10% വെച്ചിട്ട് കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അറ്റ് ദ എൻഡ് ഓഫ് 2 ഇയർ, 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എത്രയായിരിക്കും നിങ്ങളുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ, അങ്ങനത്തെ ഉള്ള ചോദ്യങ്ങളിൽ വരാം. അതൊക്കെയാണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരിക. പിന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ എറർ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ വരും. എറർ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നമ്മൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഉത്തരം എന്ന് പറയുന്നത് എത്ര തെറ്റുണ്ട്. ശരിക്കും നമ്മൾ 2 കൊണ്ടാണ് ചെയ്യേണ്ടിയിരുന്നത്, അതിന് പകരം 3 കൊണ്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിലെ എററിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതായിരിക്കും ഈ എറർ പെർസെൻറ്റേജിൽ വരിക. അപ്പോൾ അഞ്ചാമത്തെ ഒരു ടൈപ്പ് പറയുകയാണെങ്കിൽ ഇതിൽ ഇൻകം ടാക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ടാക്സ് കൂടി, അപ്പോൾ നമ്മുടെ ഇൻകത്തിൽ വരുന്ന വ്യത്യാസം, അതിൻ്റെ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. ഇൻകം ടാക്സ് ഇതിൻ്റെ ഒരു ടോപ്പിക് തന്നെ. പിന്നെ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50% വോട്ട് കിട്ടി ജയിച്ച വ്യക്തിക്ക് മറ്റാൾക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 2 പേരും തമ്മിലുള്ള വ്യത്യാസം തരികയോ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ജയിച്ച ആളിനേക്കാളും ഇത്ര ശതമാനം കൂടുതലാണ്, ഇത്ര ശതമാനം കുറവാണ്
തോറ്റ ആൾക്ക് അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര വോട്ട് ഉണ്ടായിരുന്നു, അതിൽ തന്നെ വാലിഡ് വോട്ട്സ്, ഈ ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് വാലിഡ് വോട്ട്സ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ ഇൻവാലിഡ് വോട്ട്സ്, അങ്ങനത്തെ ഒരു കൺസെപ്റ്റും വരും. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ ഇതിൽ പറയുകയാണെങ്കിൽ ഒരു ടോപ്പിക് പറഞ്ഞാൽ സക്സസീവ് പെർസെൻറ്റേജ്. ഒന്നെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസോ. അതായത് ഇപ്പോൾ 100 രൂപയുടെ സാധനം നമ്മൾ 10% കൂട്ടുകയാണ്. 10% കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 110 രൂപയായി. അപ്പോൾ ഈ 110 രൂപയിൽ നിന്ന് ഇനി വീണ്ടും ഒരു 10% കുറയ്ക്കുക, അങ്ങനെയുള്ളത്. ഒന്ന് 10% കൂട്ടി 10% കുറയ്ക്കുക, അല്ലെങ്കിൽ 2 പ്രാവശ്യം 10% കൂട്ടുക, അങ്ങനത്തെ ഉള്ളത്. അതിനെയാണ് സക്സസീവായിട്ട്, അതായത് വീണ്ടും വീണ്ടും ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഡിക്രിമെന്റ് അങ്ങനെ ബേസിൽ വരും, ഇത്ര പെർസെൻറ്റേജ് കൂടുക എന്നുള്ള പോലത്തെ പ്രോബ്ലംസ്. അതാണ് സക്സസീവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വരിക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രഷ് ഫ്രൂട്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു തണ്ണിമത്തനാന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന വെള്ളത്തിൻ്റെ അളവ് വരും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡ്രൈ ആകുമ്പോൾ ഇത്ര അളവാണ് ഇപ്പം അതിൽ വെള്ളത്തിൻ്റെ അംശം എന്ന് പറഞ്ഞിട്ട് ഇപ്പം അതിൽ വരുന്നത്. അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് ആണെങ്കിൽ എത്ര കിലോ ആവും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ വരിക. ഒരു 7-8 കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല, എല്ലാതും എന്താ പറയുക, പെർസെൻറ്റേജ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നതെന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക്, അതിൽ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പെർസെൻറ്റേജിന് ഫ്രാക്ഷൻ ആക്കുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ തന്നെ അത് വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് ആക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് തന്നിട്ടുള്ള പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കുക. ഇതാണ് ഇതിൻ്റെ ബേസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു X% എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട് ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ × 100. അതായത് ഈ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ. തന്നിട്ടുള്ള ഫ്രാക്ഷനെ × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെർസെൻറ്റേജ് ആവും. അതുപോലെ തന്നെ തന്നിട്ടുള്ള പെർസെൻറ്റേജിനെ നമ്മൾ ഡിവിഷൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫ്രാക്ഷനിലേക്കും കൺവേർട്ട് ആവും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ്. അതായത് പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, /100 ചെയ്യണം. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാൻ വേണ്ടിയിട്ട് × 100 ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു X% തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ × 100. X ഫ്രാക്ഷൻ ആയിരിക്കും. ഇപ്പോൾ X/Y എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ ആണെങ്കിൽ അതിന് × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പെർസെൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ X% എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ X/100 അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷനിലേക്കും കൺവേർട്ട് ആവും. അതാണ് ഈ ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളിലൂടെ 2 എക്സാമ്പിളിലൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ് ഫസ്റ്റ് പെർസെൻറ്റേജ് വെച്ചിട്ട് 40% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഫ്രാക്ഷനിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണെന്നാണ് ചോദ്യം വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് /100 ആണ്. അപ്പോൾ 40% എന്നുണ്ട്, അതിനെ /100 ചെയ്തു. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? 0 0 ക്യാൻസലായി. 2ൽ 2 ടൈംസ്, 2ൽ 5 ടൈംസ്. അതായത് 40% എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/5 ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർ സെൻറ്റ്, അതായത് പെർ 100. അതായത് 40 എന്ന് പറഞ്ഞുള്ളതിനെ പെർ 100ൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ ഫ്രാക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് 2/5. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തന്നെ ഈ 2/5 എന്ന് പറഞ്ഞിട്ടുള്ളതിനെ അങ്ങനെയാണെങ്കിൽ × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 40 എന്ന് പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് വരണം. നമുക്കത് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് 2/5 എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ വരികയാണ്. ഇതിന് പെർസെൻറ്റേജ് എത്രയാണ് പെർസെൻറ്റേജ് എന്നാണ് ചോദിക്കുക. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു എത്രയാണ്? × 100 എത്രയാണ്? 5ൽ 20 ടൈംസ്. അതായത് 20 × 2 40% ആണെന്ന് പറഞ്ഞിട്ട് കിട്ടി × 100 ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തപ്പോൾ × 100 ചെയ്തപ്പോൾ 40% കിട്ടി. ഇതേ 40%നെ /100 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/5 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടി. അപ്പം നമ്മൾ ഇതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ
ഈ വക പ്രോബ്ലംസിൽ നമുക്ക് ഫാസ്റ്റ് ആക്കാൻ അറിയേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേഴ്സൻറ്റേജുകളെ ഫ്രാക്ഷൻ, കുറച്ച് പേഴ്സൻറ്റേജുകളും അതിൻ്റെ ഫ്രാക്ഷണൽ ഫോമുകളും നമ്മൾ അറിയണം. അത് നമ്മൾ എന്താ പറയുക, ഒരു 4-5 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 ദിവസം നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെറുതെ ഒന്ന് വായിച്ചു പോയാൽ മതി. അത് വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിലൊന്നും പഠിക്കണ്ട. അത് വായിക്കുന്നതിലൂടെ തന്നെ നിങ്ങളൊരു 5 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായിട്ട് അത് നമുക്ക് എന്താ പറയുക ഓർമ്മ നിൽക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പഠിക്കാനും നിൽക്കണ്ട. ജസ്റ്റ് ഒരു പ്രാവശ്യം, ഞാനിപ്പോൾ ഇനി അടുത്ത സ്ലൈഡിൽ കാണിക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് ആണ്, ഈ പെർസെൻറ്റേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻസ്. അപ്പോൾ അത് നിങ്ങൾ കാണാപ്പാടെ പഠിക്കുക. അതൊരു 5 ദിവസം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അപ്പോൾ നമുക്ക് ആ പെർസെൻറ്റേജിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഈ സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുള്ളത് ഞാൻ പെർസെൻറ്റേജ് ആണ്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഞാൻ ഫ്രാക്ഷണൽ ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ 50% എന്ന് പറയുന്നത് എത്രയാണ്? 1/2 എന്നാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 50%. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 50%നെ ഫ്രാക്ഷൻ ആക്കാൻ 100 ആണ് ചെയ്യേണ്ടത്. അതായത് 1/2. അത് തന്നെയാണ് ഈ 1/2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്ത പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അപ്പം ഞാനിപ്പോൾ ഇതിലിപ്പോൾ എത്ര എഴുതിയിരിക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 ഫ്രാക്ഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ 14 ഫ്രാക്ഷൻസിൻ്റെ ഇത് നമുക്ക് എന്താ പറയുക കാണാപ്പാടെ അറിയുമെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ഫ്രാക്ഷൻസ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ജസ്റ്റ് നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു 25% എന്ന് വെച്ചിട്ടുള്ള ഞാൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 75% കണ്ടുപിടിക്കണം എന്ന് ചോദിക്കുക. അതിൻ്റെ ഫ്രാക്ഷൻ ഫോം 75 ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? × 3. അതായത് നമുക്ക് 25 എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രാക്ഷൻ നമുക്കറിയാം എത്രയാണ്? 1/4 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ 75 എത്രയാണ്? 25ൻ്റെ ഇൻറ്റു മൾട്ടിപ്ലൈ ബൈ 3 ആണ് ഈ 75% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും × 3. അപ്പോൾ എത്രയാണ്? 3/4 വരും നമ്മുടെ 75% എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷൻ ചെയ്യുക. ഇത് ഇത്രയും ബേസ് ആയിട്ടുള്ള ഈ 15 വരെ 1/15 വരെയുള്ള ഫ്രാക്ഷൻസ് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റെപ്രസെൻറ്റ് ചെയ്യുന്നത് മൊത്തം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അറിഞ്ഞിട്ടുള്ള തന്നെ നമുക്ക് ഇതിലിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്രയാണെന്ന് എഴുതിയിട്ടുണ്ട്? 1/2 ആണെന്ന് എഴുതിയിട്ടുണ്ട്. 33% എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ 33% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ അല്ല, മിക്സഡ് ആയിട്ടുള്ള പെർസെൻറ്റേജ് പോലെയാണ് തന്നിരിക്കുന്നത് 33 and 1/3%. അപ്പോൾ നമ്മൾ ഇതിനെ സിമ്പിളായിട്ട് എഴുതുമ്പോൾ 33 × 3. അപ്പോൾ അതായത് 99 + 1 100. 100/3% എന്നാണ് ഇതിനെ വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് സിമ്പിൾ ഫോമിൽ എഴുതുമ്പോൾ. അപ്പോൾ ഈ പെർസെൻറ്റേജ് 100/3 എന്ന് പറഞ്ഞുള്ള പെർസെൻറ്റേജിനെ നമുക്ക് നേരത്തെ പോലെ തന്നെ ഫ്രാക്ഷനിലേക്ക് ആക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു /100. അതായത് അടിയിൽ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരുന്നത്? 1/3 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതുപോലെ തന്നെ 25നെ നമ്മൾ ഇതാക്കുമ്പോൾ എന്തായിരിക്കും? 25/100. എല്ലാത്തിനും 100 ചെയ്തിട്ടുള്ളതാണ് ഈ റൈറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഫ്രാക്ഷൻസ്. 1/4. 20% എന്ന് പറഞ്ഞാൽ 1/5. 16 2/3 എന്ന് പറഞ്ഞാൽ 1/6. 14 2/7 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1/7 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. 12.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/8 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ. 11.9% എന്ന് പറഞ്ഞാൽ 1/9. 10% എന്ന് പറഞ്ഞാൽ 1/10. 10% എന്ന് പറഞ്ഞാൽ എന്താണ്? 10/100. അത് എത്രയാണ്? 1/10. ഓക്കെ. 9 1/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആണ്? എത്ര ഫ്രാക്ഷൻ ആണ്? 1/11. 8 1/3 എന്ന് പറഞ്ഞാൽ 1/2 12. അതുപോലെ തന്നെ 7 9/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 1/13. 7 1/7 എന്ന് പറഞ്ഞാൽ 1/14. അതുപോലെ തന്നെ 6 2/3 എന്ന് പറഞ്ഞാൽ 1/50. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജുകൾ നമ്മൾ ഓർത്തിരുന്ന് കഴിഞ്ഞാൽ അത്രയും സ്പീഡിൽ നമുക്ക് ഇപ്പോൾ വരുന്ന മിക്ക എക്സാമുകളിലും ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്പേഴ്സ് വലുതാക്കുക. ഇപ്പോൾ മുന്നേ എന്താ പറയുക നമുക്ക് ചോദിച്ചിരുന്നത് 2 അല്ലെങ്കിൽ 2 ഡിജിറ്റ് വെച്ചിട്ടുള്ള
നമ്പേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എക്സാമിൽ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എലമെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവർ ടഫ്നെസ് കൂട്ടുന്നത്. ആ ടഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്താണ്, ഈ 2 ഡിജിറ്റ് എന്നുള്ളത് ചിലപ്പോൾ 4 ഡിജിറ്റ് ആയിട്ട് തന്നിരിക്കും. അപ്പോൾ നമുക്ക് എടുക്കുന്ന സമയം അതിൽ വരുന്ന ഒരു കൂടുതൽ മാത്രമാണ്. അതായത് നമുക്ക് ഈ കാൽക്കുലേഷൻ സ്പീഡിൽ നമുക്കൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ഇവർ തരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് വേഗം തന്നെ ഷോർട്ട് കട്ട്സ് അല്ലാതെ നമുക്ക് എത്രത്തോളം ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു അതിനെയാണ് ഇപ്പോൾ മെയിനായിട്ട് എല്ലാ എക്സാമുകളും നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഫ്രാക്ഷനിലുള്ള സാധനം നമ്മൾ ഈ 16/2/3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിന് കാണും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, ഞാനിപ്പോൾ 200-ൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക 150-ൻ്റെ 150 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയുടെ 20% എനിക്ക് കണ്ടുപിടിക്കണം. 20% കണ്ടുപിടിക്കാൻ എനിക്ക് പറയാം ഫ്രാക്ഷനിൽ 20% എന്ന് പറയുന്നത് 1/5 തുല്യമാണ്. അതായത് ഈ 150 എന്ന് പറയുന്നതിനെ ബൈ 5 കൊണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു 1/5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നമുക്കത് അതിൻ്റെ 20% എന്ന് പറഞ്ഞിട്ടുള്ള കിട്ടി. അത് എത്രയാണ് വരുന്നത്, 5ൽ 3 ടൈംസ്, അപ്പോൾ എത്രയാണ് 30 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇപ്പോൾ 150%-ൻ്റെ 20% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊന്നായിരിക്കില്ല ചെയ്യുക. 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 150 എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടേക്ക് ഒരു കുത്തിടുക. അപ്പോൾ ആ കുത്തിട്ട് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സംഖ്യ ഒഴിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ സാധനം വരിക. അത് എത്രയാണ് 15 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 10% ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2, അതായത് 30. അപ്പോൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഇതിപ്പോൾ 180 എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും പെട്ടെന്ന് കിട്ടി. ഇതിപ്പോൾ വേറെ വല്ല 256 എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 25% ആണെങ്കിൽ നമ്മൾ 10% എടുത്തിട്ട് അതിന് ഇൻറ്റു 2 ചെയ്യണം, പിന്നെ 5% അതിലേക്ക് ആഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ അതിലും നല്ലത് എന്താണ്, നമുക്ക് 25% എന്ന് പറഞ്ഞാൽ 1/4 ആണെന്നറിയാം, ഡിവൈഡ് ബൈ 4 അത് എത്രയാണ് വരിക, 4ൽ 6 ടൈംസ് ബാലൻസ് 1, അപ്പോൾ എത്രയാണ് 62 ആണ് ഇതിൻ്റെ 25% എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഈ ഫ്രാക്ഷൻ പഠിക്കുന്നതിൻ്റെ ഉപയോഗം ഇതാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ഫ്രാക്ഷൻസ് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പെർസെൻറ്റേജിലെ പഠിക്കാനുള്ള കാര്യം അതാണ്. പിന്നെ ഫ്രാക്ഷൻ കൺവേർട്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലേക്ക് ആക്കാനും നമുക്ക് അറിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പെർസെൻറ്റേജുകളിൽ തന്നെ കുറച്ച് അപ്ലിക്കേഷൻസ്, അതായത് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു 25%-നെ നമ്മൾ 75% കൺവേർട്ട് ചെയ്യാൻ 1/4 ആയിരുന്നു 25 ഇൻറ്റു 3, അതായത് 3/4 ആണ് അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അതുപോലത്തെ കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ കാണിച്ചു കഴിഞ്ഞ സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന ചിലപ്പോൾ 50% നമുക്ക് സിമ്പിളായിട്ട് കിട്ടും, 25% കിട്ടും, 20% കിട്ടും, അതുപോലെ തന്നെ 10% കിട്ടും, ഇങ്ങനത്തെ ഉള്ളത് കിട്ടും. ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് വരിക എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഈ 1/3% ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനാണ്. പിന്നെ നമുക്ക് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് കുറച്ച് ടഫ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പെർസെൻറ്റേജ് 62/3 എന്ന് പറഞ്ഞുള്ള പെർസെൻറ്റേജ്. പക്ഷെ നമുക്ക് അതിൻ്റെ 1/6 ആണ് ഈ 62/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമെങ്കിൽ അത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ 14 2/7 നമ്മൾ ചോദിക്കുന്നതാണ്, 12.5 ചോദിക്കുന്നതാണ്, 11 1/9. ഈ 11 1/9 അതുപോലെ തന്നെ 9 1/11 ഈ രണ്ട് ഫ്രാക്ഷൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ചിലപ്പോൾ തെറ്റി പോകാൻ വരെ സാധ്യതയുണ്ട് കാണാപ്പാടമാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ. കാരണം 11 1/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/9 എന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് 11 വരുമ്പോൾ 1/9 ആണ് വരുന്നത്, 9 വരുമ്പോൾ 1/11 ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എളുപ്പമായിട്ട് ഇപ്പോൾ 11 1/9 എന്ന് പറഞ്ഞുള്ള പെർസെൻറ്റേജ് ഇത് ഈ രണ്ടാമത്തെ ടേം 1/9 ആണ്. ഇതിൽ നിന്ന് തന്നെ എഴുതുന്നുണ്ട്. ഈ 1/9 എന്നുള്ളത് ആണ് ഇവിടെ വരിക, നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം 11ൻ്റെ ഒപ്പം 9 ആണ് വരിക, 9ൻ്റെ ഒപ്പം 11 ആണ് വരിക. അടിയിൽ ഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഈ ഒരു രണ്ട് ഫ്രാക്ഷൻ ഇതിലിപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഉണ്ടാവുക. അപ്പോൾ ഈ ഫ്രാക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ. 11 1/9 എന്ന് പറഞ്ഞാൽ അടിയിൽ 1/11 അല്ല വരേണ്ടത്, 1/9 ആണ്. 9 വന്നു കഴിഞ്ഞാൽ 11 താഴെ വരും, 11 വന്നു കഴിഞ്ഞാൽ 9 താഴെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച തന്നെ ഈ 33 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ആണ്. അങ്ങനെയാണെങ്കിൽ 66 2/3 എത്രയാണ് പെർസെൻറ്റേജ്
എന്ന് പറഞ്ഞത് എത്ര ഫ്രാക്ഷൻ ആണ്. ഇപ്പൊ ഒരു സാധനത്തിന്റെ 66 2/3 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് 33 1/3 എത്രയാണെന്നറിയാം, 1/3 ആണെന്നറിയാം ഫ്രാക്ഷൻ. അങ്ങനെയാണെങ്കിൽ 66 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 ചെയ്യണം. അപ്പൊ എത്രയാണ്, 2/3 ആണ് വരിക. അപ്പൊ അങ്ങനത്തെ കുറച്ച് ഫ്രാക്ഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.